ഉലമാക്കളിൽ ചിലരിന്ന് സീറ്റിന് ചാട്ടമായി, അവർക്കുള്ള മാറ്റുകളഞ്ഞ് ദീനിന് കോട്ടമായി. സമുദായവും ഇത് കൊണ്ട് റബ്ബേ ശിഥിലമായി, ഉണങ്ങാത്ത മുറിവായി തന്നെ അവശേഷിച്ച് പോയി. അന്ത്യപ്രവാചകൻ അന്ന് തന്നെ പറഞ്ഞതാ, അത് മെല്ലെ മെല്ലെ പുലർന്ന് കണ്ടു വരുന്നിതാ. ദുന്യാവിനോടതിരറ്റ ഹുബ്ബും കൊണ്ട ഉലൂമുകൾ പഠിക്കാൻ പ്രയാസം മണ്ട. കണ്ണിൻ്റെ മുമ്പിൽ വന്നു നിന്നൊരു വസ്തുവും കാഴ്ചയ്ക്ക് എന്നാൽ നേരിടുന്നു പ്രയാസവും. അപ്പോൾ സുഹൃത്തെ, നിൻ്റെ കൽബിൽ മുഴുവനും ദുനിയാവ് വന്നാൽ സ്ഥാനമില്ലേ ഇൽമിനും. കഴിക്കേണ്ടതാണ് നിക്കാഹ് ഇൽമും അമലിനെ, പ്രസവിക്കുമെന്നാൽ ഇസ്സത്തുള്ള ഔലാദിനെ. ഇൽമാണ് ഹാക്കിം സോദരാ നോക്കെവിടെയും, മുതലാണ് മഹ്കൂമുൻ അലൈഹി തന്നെയും. ഉലമാ എഴുതും പേന കിറുകിറുക്കുന്നത് തസ്ബീഹിനുള്ള സവാബിലാണെന്നുന്നത്. എഴുതുന്ന മഷിയിൽ നിന്ന് വീണൊരു മുണ്ടിലും ഷഹീദിനുള്ളൊരു രക്തമാണ് സവാബിലും. ഉലമാ ഖബറിൽ നിന്ന് വന്നാൽ അന്ന് കണ്ടാൽ ജനം പറയും ഇതാരാണെന്ന്. ആ രീതിയിൽ ബഹുമാനമാ ലഭിക്കുന്നത്, വിവരിക്കുവാനും സാധ്യമല്ലാർക്കും അത്. എന്ന ഹസൻ ബസരി മഹാനിൽ നിന്ന് തഫ്സീറു ഫഖ്റുർ റാസി ഒന്നിൽ വന്ന്, അമലിൽ ഇൽമും ഉണ്ട് എന്നാൽ എന്താ, പലം കുരുടനാ ചുമക്കുന്നു ലൈറ്റും അന്താ. ഇരുട്ടുള്ള റൂമാ ലൈറ്റ് മറ്റൊരു റൂമില കത്തുന്നതും എന്ന ഹബീബെ മുസ്സില. ഈസബിനു മറിയമിനുള്ള ഉപമയുമാണിത്, അതുകൊണ്ട് ഇൽമിനു വേണ്ട ഇണയാ അമലത്. മെഴുകുതിരിയാകാൻ എന്തിനാ തുനിയുന്നത്, നശിക്കുന്നു സ്വന്തം അന്യനാ ഫലമുള്ളത്. അതുപോലെ സൂചിയും ആകുവാൻ തുനിയേണ്ട, തുന്നിക്കൊടുക്കും അതിന് തുണിയുടുക്കേണ്ട. കൂടാതെ അരിപ്പ പാത്രവും ആകല്ലേ, പഠിക്കുന്നതെല്ലാം കേട്ടു നീ മറക്കല്ലേ. പിന്നീട് എന്താകണമെന്നാണുള്ളത്, തേനീച്ചയെപ്പോലാകലാണ് നല്ലത്. മരമെത്രയോ നമുക്കിന്ന് പറയാനുണ്ട്, കഴിക്കുന്നതിൽ നിന്നെത്ര കാണാനുണ്ട്. അതുപോലെ പഴം സോദരാ പെരുത്തുണ്ട്, രുചിയുള്ള പഴം അതിലെത്രയോ കുറവുണ്ട്. ഇതുപോലെ ഇൽമും നോക്കിയാൽ പെരുത്തുണ്ട്, ഫലമുള്ളതും അതിലെത്രയോ കുറവുണ്ട്.